ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഒരു കപ്പ് മൈദയാണ് മിക്സിയിലിട്ട് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് അളവിൽ തന്നെ എടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1.5 സ്പൂൺ ഷുഗറാണ്. നമ്മുടെ അപ്പത്തിന് മുരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1.5 സ്പൂൺ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം, ഒരു ബാറ്റർ ആക്കിയെടുക്കണം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെയാണ് വേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ നമ്മുടെ ബാറ്റർ ഇങ്ങനെയാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു എഗ്ഗ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ ബാറ്റർ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അപ്പം. ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ്. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട്. ചൂടാവാൻ വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇനി ഒരു പുറം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്തും ഞാൻ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കണം. ഇതുപോലെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് എനിക്ക്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു ചിക്കൻ കറി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ചീനച്ചട്ടി വെക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചൂടായി കഴിഞ്ഞാൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച്. അതിലേക്ക് നമ്മൾ 3 ഏലക്കായ്, കറുവപ്പട്ട, കറുവപ്പൂവ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇത് നല്ലപോലെ ഒരു ഉള്ളിയൊക്കെ വഴഞ്ഞ് വരുന്ന രൂപത്തിലാക്കണം നമ്മൾ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു 4 പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് ഇടാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. അതിനുശേഷം ഞാൻ അത്യാവശ്യത്തിന് ഗാർലിക് ജിഞ്ചർ പേസ്റ്റും ആഡ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിയെടുക്കാം നമുക്ക്. ഇതൊന്ന് നല്ലപോലെ വഴഞ്ഞു വരാൻ ഒരു മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ച് റെഡിയാവും. ഇനി നമ്മളിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ വലിയ ജീരകപ്പൊടി ഇടുന്നുണ്ട്. അത് നമ്മുടെ കറിക്കൊരു സ്മെല്ലും ടേസ്റ്റും പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാവും. നമ്മുടെ ഈ മസാലകളുടെയൊക്കെ പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ മണമൊക്കെ മാറി. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലകളുമായിട്ട്. ഇപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മളിതിലേക്ക് മുന്നേ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതൊന്ന് എല്ലാത്തിലും ഒന്ന് പിടിക്കാവുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ കുറച്ചുകൂടെ വെള്ളം വെക്കുന്നുണ്ട്. നമ്മൾ പാകത്തിന് നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം വെക്കുക. ഇതേ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുക. ഒന്നുകൂടെ ചിക്കൻ ഒന്ന് കുക്കായിക്കോട്ടെ. ദേ ഇപ്പോൾ പാകത്തിനുള്ള ഗ്രേവിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളിത് വെള്ളം വെക്കുക. ദേ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ.